ഈ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കഴിഞ്ഞ 2019 നമ്മൾ കണ്ടതാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നമ്മൾ കാണുന്നതാണ്. എവിടെയെങ്കിലേക്ക് വോട്ടിംഗ് മെഷീൻ സ്വകാര്യ വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടു പോകുന്നത്, സ്ട്രോങ് റൂമുകൾ തുറന്ന് പോകുന്നത്, അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ നിന്ന് EVMകൾ കണ്ടെത്തുന്നത്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അസമിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനക്കൂട്ടം ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുമ്പോൾ അത് BJP MLAയുടെ വാഹനമാണ്, സിറ്റിംഗ് MLAയുടെ വാഹനം. ആ വാഹനത്തിൽ നിന്ന് EVM മെഷീനിൽ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രിയങ്ക ഗാന്ധി പരാതി കൊടുത്തു. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ഇതാണ്. അതായത് പോകുന്ന വഴിക്ക് വാഹനം കേടായി, അപ്പോൾ കണ്ണി കണ്ട ഒരു വാഹനത്തിൽ കൈനീട്ടി കയറി പോയതാണ്, അത് BJP MLAയുടെ വാഹനമാണെന്ന് അറിഞ്ഞില്ല എന്നൊരു മറുപടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? ഇവർ ഇലക്ഷൻ തോക്കുക, അത് ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർ ജയിക്കും, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോക്കും. സംസ്ഥാനങ്ങളിൽ ജയിച്ചാൽ തൊട്ടടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ സീറ്റും തൂത്തുവാരിക്കളയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷി എന്നൊക്കെ വരികയാണ്. ഈ ജനങ്ങൾക്ക് ഇതിലൊരു വിശ്വാസ്യത കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രതിപക്ഷം അങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ അതിനു മുമ്പായിട്ട് ഇവിടെ BJP പ്രതിനിധി പറഞ്ഞത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിച്ചാൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും മൗലികമായ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീക്രട്ട് ബാലറ്റ്. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, നമ്മുടെ ഹിതം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതൃത്വമോ ആരുമോ അറിയരുത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന ആയിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായി ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെയാണ് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താണ് അങ്ങ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ചലഞ്ച് ചെയ്യുന്ന പ്രോസസ്സിൽ, അതായത് ഇലക്ഷൻ പ്രോസസ് ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു ഇലക്ഷൻ പെറ്റീഷൻ വരുമ്പോൾ അതിൽ കോടതിക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് ഞാൻ ഇലക്ഷൻ ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം എന്ന് എടുത്തു പറഞ്ഞത്. അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇലക്ഷൻ ചലഞ്ച് ചെയ്യുമ്പോഴും ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അറിയാൻ കഴിയില്ല കൃഷ്ണദാസ്. ഇലക്ഷൻ ചലഞ്ച് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അതറിയാൻ കഴിയില്ല. ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത്, ഒരു നിമിഷം, ഞാൻ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഏതെങ്കിലും ഏജൻസി, കോടതിയോ അല്ലെങ്കിൽ സൈബർ ഫോറൻസിക് വിദഗ്ധരോ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ഷന്റെ സ്വകാര്യതയിൽ എന്താണുള്ളത്? അങ്ങനെയല്ല ജിംസേ, അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംസാരിച്ചിട്ട് കാര്യമില്ല. വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചല്ലേ, വോട്ടിന്റെ എണ്ണത്തെ കുറിച്ചല്ലേ, അങ്ങനെയല്ലെന്ന് നിങ്ങൾ അറിയാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മെഷീൻ റിഗ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ ചലഞ്ച് വരിക? സംസാരിക്കാമെങ്കിൽ പറയാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു മെഷീനിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കഴിയുമെന്നാണ് പറഞ്ഞത്. ചാലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും ആർക്ക് വോട്ട് ചെയ്തു എന്ന് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ബാലറ്റിലാണ് കൃഷ്ണദാസ് അങ്ങ് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലറ്റ് പേപ്പർ ഏതാണെന്ന് എങ്ങനെ അറിയും? ഒറ്റ നിമിഷം അല്ല, അതിലൊരു ക്ലാരിറ്റി വരുത്താം. ബാലറ്റ് പേപ്പറിൽ, ഞാൻ ഒരു ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ ഇട്ടു, അത് എന്റെ ബാലറ്റ് പേപ്പർ ആണെന്ന് എങ്ങനെ അറിയും? എന്റെ ബാലറ്റ് പേപ്പർ ആണെന്ന് എങ്ങനെ അറിയും? അത് അറിയാൻ കഴിയും. എങ്ങനെ? അതിലെല്ലാം നമ്പർ ഉണ്ടെന്ന്, എല്ലാ ബാലറ്റിനും നമ്പർ ഉണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്? എല്ലാ ബാലറ്റിനും നമ്പർ ഉണ്ട്. പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ റീകൗണ്ടിങ് വേണ്ട സമയത്ത് എണ്ണി നോക്കുന്ന ബാലറ്റ് പേപ്പറിലെ സീരിയൽ നമ്പർ വെച്ചുകൊണ്ടല്ല, ബാലറ്റ് പെട്ടിയിൽ വീണിട്ടുള്ള ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളാണ് എണ്ണി നോക്കുന്നത്. അല്ലാതെ സീരിയൽ നമ്പർ വെച്ചിട്ട് മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളിൽ നിന്ന് എടുത്ത് പരിശോധിച്ച് ഇന്ന വ്യക്തി ഇന്നയാൾക്ക് വോട്ട് ചെയ്തു എന്ന തരത്തിലല്ല അത് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങൾ കൃഷ്ണദാസ് കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഒരു നിമിഷം അല്ലല്ല കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഞാൻ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടല്ലല്ലോ. ചലഞ്ച് ചെയ്യപ്പെടുന്നത് കോടതിയിൽ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻ ഒരു വോട്ടർ ആർക്ക് വോട്ട് ചെയ്തു, ആ വോട്ട് വീണില്ല എന്ന് കരുതിയാണോ ഇലക്ഷൻ പെറ്റീഷൻ വരാറ്? പ്രിയപ്പെട്ട